ഈ വീട്ടിൽ കയറി വന്ന വേണുഗോപനെ നീ തല്ലിയോ? ഞാൻ തല്ലിയതാ. സൗകര്യം കിട്ടി ഇനിയും തല്ലി. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ, നീ പോയി വിഭീഷണനാഞ്ജയാ ചെന്ന് ലങ്കാപുരം കറിയിക്കണം. നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങെന്നോട് വന്ന് പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും നന്ദിതനായൊരു മാരുതപുത്രൻ. എന്തൊരു കഷ്ടം! മനുഷ്യനെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കരുത്. എന്താടാ തല്ലുന്നില്ലേ? ആ ടിവിയുടെ ശബ്ദത്തിൽ കുറച്ചെന്താ നിനക്ക്? അച്ഛനാടി അച്ഛന്റെ ശബ്ദം ഒന്ന് കുറക്കി. നിന്റെ ചെവി പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഞാനിവിടെ ഇരുന്ന് രാമായണം വായിക്കാണ്. ഈ കുന്ത്രാണ്ടം നിനക്ക് കേൾക്കാൻ പാതിൽ വെച്ചവരെവിടെ? അതല്ലേ അച്ഛനൊന്ന് ശബ്ദം കുറയ്ക്കേ. ഇത് പൊട്ടങ്ങളി കാണുന്ന പോലെ ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ട് എന്തിനാ? അതാ നിന്നോട് ഞാൻ പറഞ്ഞത്, ഇത് നിനക്ക് കേൾക്കാൻ പാകത്തിൽ വെച്ചാ മതിയെന്ന്. ഇപ്പോഴാണ് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്. അച്ഛൻ ഇങ്ങനെ കിടന്നു ഓളിട്ടേഞ്ഞ് ഞാൻ എങ്ങനെ കേൾക്കാനാ? തർക്കുത്തരത്തിൽ നിന്നടിയ നീ. തർക്കുത്തരത്തിൽ നിന്നോ? കാര്യം പറഞ്ഞ തർക്കുത്തര എന്നെ പറയണ്ട എന്താ കാര്യം? ആ കോന്നര പറഞ്ഞാ മതി. കണ്ട ഇപ്പൊ തന്നെ അച്ഛൻ എന്തൊരു ശബ്ദ. ആദ്യം അച്ഛൻ ശബ്ദം കുറക്കി. എടി അച്ഛൻ ശബ്ദം ഉണ്ടാക്കിയത് ഇവിടെ രാമായണം വായിച്ചിട്ടല്ലേ? അത് കുറച്ച് ആൾക്കാർ കേട്ടാലും ഒരു കുഴപ്പമില്ല. ഈ കുന്തത്തിന്റെ ശബ്ദത്തിൽ നിന്ന് വരുന്നത് എന്താണ്? മുഴുവൻ വിഹിതല്ലേ? ഇതെന്തിനാണ് ഈ നാട്ടുകാരെ കേൾപ്പിക്കാൻ നിൽക്കുന്നത്? അല്ല അച്ഛൻ എന്തിനാ ഈ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി രാമായണം വായിക്കണേ? മനുഷ്യൻ കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ല. അല്ലെങ്കിൽ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളർത്തു ദോഷം അതൊക്കെ കുരുത്തം കെട്ടാതെ അതൊക്കെ തള്ളക്ക് ഉണ്ടാവുക വെച്ചത് അങ്ങനെ ഉണ്ടാവും. എന്തിനാ എന്നോട് ശബ്ദം എടുക്കണേ? നിന്റെ വീട്ടുകാരെ പറഞ്ഞോ? ഞാൻ നിന്റെ പെരുമാറ്റം കൊണ്ട് പറഞ്ഞാലേ ഞാനത്. ഞാൻ ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിലേ അത് അങ്ങോട്ട് സഹിച്ചോണോ? എന്നോട് വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. ഇത് എന്റെ വീടാണ്. എന്റെ വീടായിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അധ്വാനിക്കുന്ന പൈസക്കല്ലേ ഇവിടെ കഴിയുന്നേ. അപ്പൊ ഞാൻ പറയുന്ന കൂടെ കുറച്ച് അനുസരിക്കേണ്ടി വരും. നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് എന്റെ ചക്കലടി. അതുകൊണ്ടൊന്നും കാര്യം ഒരു ജോലി കൂലി ഇല്ലല്ലോ. ഞാൻ നല്ല പൊന്നുപോലെ നോക്കണില്ലേ? പൊന്നുപോലെ നോക്കണ. അച്ഛൻ അവിടെ എവിടെയെങ്കിലും ഒന്ന് പോയൊന്നും മിണ്ടാതിരിക്കാവോ? ഒന്ന് സ്വൈര്യതായിരിക്കും. എന്താണ് മണ്ടു ഇത്? എവിടെ കേൾക്കാൻ രണ്ടാളുടെ സൗണ്ട്? നിങ്ങൾക്കൊന്നും മിണ്ടായിരുന്നൂടെ? ഞാനാണ് മണ്ടിരിക്കേണ്ടത്. പിന്നെ രണ്ടുപേരും കൂടി ഒച്ചെടുത്തിട്ടല്ലേ പുറത്ത് വെക്കണം. അവൾ ചെയ്ത തോന്നിയാസം അവളോട് ചോദിക്കും. എന്താണ് മണ്ടു എന്താ ഉണ്ടായത്? ഞാൻ വലിയൊരു തോന്നിയാസം ചെയ്തേ. ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോ കുറച്ചേരം ടി വി ഉണ്ട്. അതാണ് തോന്നിയാസം. എന്റെ അച്ഛ, അവള് ജോലിക്ക് പോണല്ലേ. അത് കൂടാതെ അവള് നമുക്ക് 3 നേരം വെച്ച് വിളമ്പി തന്നാളല്ലേ. ഒന്നും ഒതുങ്ങിക്കൂടെ? അവള് ചെയ്ത പണി എന്താണെന്നറിയാൻ നിനക്ക്? ഞാനവിടെ രാമായണം വെച്ചോണ്ടിരിക്കുക. അപ്പൊ അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇവിടെ ഈ ടിവിയുടെ ശബ്ദം അതിങ്ങനെ കൂട്ടി വെക്കുക. എന്റെ അച്ഛ, എനിക്ക് 2-3 വയസ്സുള്ളപ്പോ തൊട്ട് അച്ഛൻ കിടന്ന് അലറണേണ്. അത് വായിക്കുകയാണ്. വല്ല ഗുണം ഇവിടെ ഉണ്ടായിട്ടുണ്ടാ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? അത് അവള് സ്വസ്ഥമായിട്ട് ടി വി കണ്ടോട്ടെ. അപ്പൊ എന്റെ അടുത്താ തെറ്റി. അച്ഛനൊന്നും ഒതുങ്ങിക്കൂടി. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ. അച്ഛന് വസ്ത്രവും മരുന്നും ഭക്ഷണവും ഒക്കെ അവള് ജോലിക്ക് പോയിട്ടല്ലേ തന്നെ. എനിക്കൊരു പണിയൊന്നുമില്ലല്ലോ. കുരുത്തം കേട്ടതായേ നിന്റെ തന്തല്ലേ ഞാന്. എനിക്ക് മരുന്ന് വാങ്ങിച്ചതിന്റെ കണക്കാണ് എന്നോട് പറയണത്. ഞാൻ പറയും. എന്റെ അച്ഛനും അമ്മയും പറഞ്ഞല്ലേ, അപ്പൊ ഞാൻ പറയും കേട്ടോ. ഒരു സമാധാനമില്ലല്ലോ നിനക്ക്? എന്ത് സമാധാനം പറയാനാണ്? അവളുടെ ചെലവിലല്ലേ നമ്മൾ കഴിയണത്. മതിയടാ, എനിക്ക് മതി. ഞാൻ എല്ലാ പരിപാടി നിർത്തി. ഞാൻ എന്റെ പാട്ടിന് പോവാണ്. എവിടാ? എന്താ എനിക്ക് നീ മാത്രമേ ഉള്ളൂ നിന്റെ വിചാരം? പിന്നെ ആരാ ഉള്ളത്? എനിക്ക് സുലോചനണ്ടാ. ഞാൻ സുലോചനയുടെ വീട്ടിലേക്ക് പോകും. നാണുണ്ട് അച്ഛ. കാലം ഇത്രയായിട്ട് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് ഒരു വിളി അവള് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവള് ഇങ്ങോട്ട് വിളിക്കണ്ട, നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കായിരുന്നല്ലോ. പിന്നെ എന്റെ പട്ടി വിളിക്കാം. ഞാൻ എങ്ങനെ വിളിക്കും? ഞാനേ അച്ഛന്റെ ചെലവിന് കൊടുക്കണത് ഈ മണ്ടുവാണ്. അതിന്റെ പകുതി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അവള് പറയണേ മരണം വരെ ഞാൻ ഫോണിലൊക്കെ വിളിക്കരുതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ അച്ഛന്റെ സ്വത്തിന്റെ പകുതിക്ക് നീ വന്നില്ലേ? അപ്പൊ അച്ഛന്റെ ചെലവിന്റെ പകുതി എന്താ തരാത്തെന്ന് ചോദിച്ചതാണ്. തെറ്റാണ് അച്ഛത്. മതിയായി, ഞാൻ ഇവിടെ നിൽക്കണില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാണ്. പോയാലൊക്കെ കൊള്ളാം. പോയാ പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. അറിയാം എന്താ വേണ്ടത് കേട്ടോ. ഒന്നുമില്ല, അരമണിക്കൂർ കഴിയുമ്പോ അതുപോലെ തിരിച്ചു വരും. നാളല്ലാതെ പോയൊന്നുമില്ല, പോയിട്ടും കാര്യമൊന്നുമില്ല. അവളവിടെ നിർത്തുന്ന ഓർത്തിട്ടാ. നമ്മൾ സഹിക്കണ പോലെ ഈ ലോകത്ത് ആര് സഹിക്കുന്ന വെച്ചിട്ടാ? എടി മണ്ടി, നമ്മളിപ്പോൾ അച്ഛനെ കൂടെ നിർത്തിയാൽ നമുക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ ഒറ്റക്കൊതുക്കാം. ഇപ്പം നമ്മൾ അച്ഛനെ വെറുപ്പിച്ച് അവളുടെ അടുത്തോട്ട് വിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്തിട്ട് അച്ഛനെ പറ്റിച്ച് അത് മുഴുവൻ എഴുതി മേടിക്കും. നീ ഒന്ന് സഹിച്ചിട്ട് അച്ഛനെ ഒന്ന് ഇവിടെ നമ്മുടെ കൂടെ തന്നെ നിർത്താനൊന്ന് ശ്രമിക്കി. അതിന് 2 ദിവസത്തിൽ കൂടുതൽ അങ്ങേരെ അവിടെ നിൽക്കുന്ന ഓർത്തിട്ടാ, അല്ലെങ്കിൽ അവള് നിർത്തുന്ന ഓർത്തിട്ടാ? അല്ല, അവള് നിർത്തൂല, അതിലെനിക്കൊരു ധൈര്യമുണ്ട്. അത് അരമണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരുന്നേ. ഞാനിവിടെ നിൽക്കില്ല, ഒരു നിമിഷം നിൽക്കില്ല. ഞാൻ പോവാണ്. അച്ഛൻ പോകേൻ. എന്റെ പൊന്നാര അച്ഛ, ഇവിടെ മണ്ടു എന്തെങ്കിലും തമാശ പറഞ്ഞെന്ന് ഓർത്ത് അച്ഛൻ അപ്പൊ തന്നെ യാത്രയിൽ പോവുകയാണ് വേണ്ടത്. ഇന്നോടാണ് തമാശ അറിയാ?
തമാശ നിന്നോട് പറയാം, പക്ഷെ തന്തായിട്ടില്ല എന്നോട് തമാശ പറയാൻ പാടില്ല. ആ ദേ, എന്നോട് ഇപ്പൊ തമാശ പോവണ്ടാന്ന്. പിന്നെ പോവാതെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും. കണ്ട അവളുടെ വഴക്ക് മാറി, അവൾ എടുത്ത് ചാടി എന്തെങ്കിലും പറയൂന്നല്ലാതെ അച്ഛനെ ഇപ്പൊ പോകാൻ നിൽക്കണ്ട ഈ നേരത്ത്. ഇപ്പൊ പോവാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാനിട്ട് പോവും. ഇനി ഇങ്ങോട്ട് വരാൻ തോന്നുമ്പോ ഞാനിട്ട് വരും. ഇത് എന്റെ വീടാ. അപ്പൊ പോവല്ലേ? ആ പോവാണ്. ശരിക്കും പോവല്ലേ? ആ പോവാനെ. എന്നാ പിന്നെ ആ രാമായണം കൂടെ കൊണ്ടുപോയിക്കോ. കളിയാക്കാണ് കളിയാക്കാണ്. അല്ല, മോളും കേക്കട്ടെ രാമായണം വായിക്കണത്. അച്ഛാ, ഞാൻ പറയണ അച്ഛൻ അനുസരിക്ക്. ഞാൻ പറയണ കേൾക്കാതെ അച്ഛൻ പോയാൽ ഞാൻ ഇനി തിരിഞ്ഞു നോക്കൂല. നോക്കണ്ട. ആ ഉണ്ടെങ്കിൽ ഒരു 500 രൂപ എൻ്റെ അടുത്ത് തികയില്ല പൈസ. എന്റെ അടുത്തൊന്നുമില്ല, അവളുടെ അടുത്താണ് ഒക്കെ 2000-ന്റെ. അവളുടെ എനിക്ക് ഒരു പൈസ വേണ്ട. നിന്റെ അടുത്തൊന്നും ഇല്ലല്ലോ. എന്റെ അടുത്തില്ല. എന്നാ വേണ്ട, അത് മതി. ഇതൊക്കെ നടക്കാം, എന്നാലും കുഴപ്പമില്ല. അച്ഛ വെറുതെ തമാശ കളിക്കല്ലേന്ന്. വേണ്ടടാ, ഞാൻ പോവാണ്. വെറുതെയാണ്. അവിടെ വരെ നടന്നിട്ട് അത് തിരിച്ചു വരും. നോക്കിക്കോ, കറക്റ്റ് 1 മണിക്കൂർ അതിനുള്ളിൽ ഇവിടെ ഹാജരാവും. മാറി, ഞാൻ TV ഒന്നും കാണട്ടെ. അല്ല, എന്റെ നെറ്റ് തീർന്നിരിക്കണം. നെറ്റൊക്കെ നാളെ എന്റെ കാല് വെക്കട്ടെ. ചവിട്ടല്ലടി, തലയിൽ വെക്കണം. കെട്ടിയാൽ മതി ചവിട്ടിയ. എന്നിട്ടും ഇതെല്ലാം എനിക്ക് മാത്രമായി എങ്ങോട്ടാ? തന്ന സങ്കടങ്ങളാണ്. അച്ഛൻ പോണ്ടാന്ന് നോക്കാം. അതിന്റെ പുറകെ പോകുന്നു വേണ്ട. ഇങ്ങോട്ട് വന്നേ, എനിക്ക് മനസ്സിലായി. ഇങ്ങോട്ട് വന്നേ. ഞാൻ അവിടെ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് എനിക്കെന്താ. നിങ്ങൾ പറയണ മാതിരിയല്ല, ഉള്ളി മുതലുള്ള എല്ലാ സാധനങ്ങൾക്കും വില കൂടുതലാണ്. അതെ, നിങ്ങളെ ഗവൺമെന്റ് അല്ലേ ഇത് ആക്കിയത്? നിങ്ങളെ ഗവൺമെന്റ് അല്ലേ അത് കൂട്ടിയത് വില? ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇത് വില കൂട്ടുന്നത്. അവർ കച്ചവടക്കാർക്ക് നീതി കൂട്ടുമ്പോ അവര് വില കൂട്ടും. തമിഴ്നാട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കും. ഉള്ളിക്ക് വളരെ ഉള്ളിയൊക്കെ പല സൈസ് ഉണ്ട്, ഒന്നൊന്നുമല്ല. അതല്ലാതെ അത് കേരളത്തിൽ എത്തുമ്പോ പൈസ ഇല്ലേ? ആ പൈസ ഇവിടെ ഗവൺമെന്റ് നീതി വന്നു. അവിടെ വളരെ വില കുറവാണ്. ആരാന്നറിയില്ല. ഒരു വണ്ടി ഒന്നാ വണ്ടി ഹലോ, അത് അപ്പൻ്റെ അപ്പൻഡീസ്. അപ്പൻഡീസ് നിങ്ങൾ ഹോസ്പിറ്റൽ സെക്ഷനിലേക്ക് വിളിച്ച് ചോദിക്കും കേട്ടോ. ഇത് കോളേജ് സെക്ഷനാണ്. ആയിരിക്കും. എന്താ നിങ്ങളുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കുന്ന കാര്യം പറയും. ഒരബദ്ധം പറ്റി സാർ. അബദ്ധം പറ്റിയത് എന്താണ്? പട്ടി പട്ടി മോർച്ചറിയിലെ പട്ടി കയറി സാർ. അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ. എന്താ കാര്യം? അല്ല, ഇത് അതുപോലെയല്ല. ആ. ഇത് ഇന്നലെ വൈകിട്ട് രാത്രി മറ്റേ വാച്ച്മാൻ മോർച്ചറി പൂട്ടാൻ മറന്നിട്ട് പോയി. എന്നിട്ട് രാത്രി കുറെ പട്ടികളകത്ത് കയറിയിട്ട് ഈ കുട്ടികൾക്ക് അനാട്ടമി കോഴ്സ് പഠിക്കാനുള്ള ഒരു ബോഡി കടിച്ചോണ്ട് പോയി. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്താ പറയുന്നത് നിങ്ങള്? അല്ല, രാവിലെയാണ് കണ്ടത് കുറ്റിക്കാട്ടുന്ന ബോഡി. ആ കഴി തന്നെ ഞാൻ കൊല്ലി. ഞാൻ പലതവണ പറഞ്ഞാണ് ആ വാച്ച്മാനോട് ആ ഡോർ അടച്ചിട്ട് പോകണമെന്ന് നിങ്ങളോട് പറയാം. അല്ല സാർ, പകൽ 1-2 പ്രാവശ്യം ഡോർ ചാരാതെ പുറത്ത് പോയിട്ട് പട്ടി കയറിയപ്പോൾ ഞാൻ ശാസിച്ചതാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇത് രാത്രി പൂട്ടാതെ പോയത് ആദ്യമായിട്ടാ. സുഹൃത്താ, നിങ്ങൾ കേൾക്കി, ഇത് അങ്ങനെ ഇങ്ങനെയുള്ള സാധനമല്ലത്. വല്ല ഉരുളക്കിഴങ്ങ് പോയി മേടിക്കാൻ വേണ്ടി മേടിക്കാൻ പറ്റില്ല. അല്ല സാർ, എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഞാൻ പ്രിൻസിപ്പാളല്ലേ, എനിക്ക് വാച്ച്മാന്റെ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ? വേറെ ഒരു വർത്താനത്തിന് എങ്ങനെയും തുന്നി കെട്ടിയിട്ട് അത് കുട്ടികൾക്ക് പഠിക്കാനുള്ള രീതിയിൽ ആക്കി കൊടുക്കും. അതിനൊന്നും ചെയ്യാനില്ല. അത് പറ്റില്ല സാറേ. എന്താണ്? അതിന്റെ കരളും കുടലൊക്കെ പട്ടി തിന്നു. ഇതിന്റെ ഭക്ഷണം നിങ്ങൾക്ക് അറിയാനാണ്. എന്റെ പിടിപാട് കൊണ്ടാണെങ്കിൽ ഓരോ തവണ ഞാൻ കയ്യും കാലും പിടിച്ചിട്ടാണ് ഓരോ ബോഡി ഇവിടെ കൊണ്ടുവരുന്നത്. എന്റെ തമാശ കളിക്കാണ്. മറിമായം